ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കാണിച്ചു തരാൻ വേണ്ടി വേണം ഈ റോസാപ്പൂ എല്ലാം കൂടെ എങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. സോ ഗൈസ്, ആദ്യം നമുക്ക് നടുക്കൂടെ അങ്ങോട്ടൊരു വകുപ്പ് എടുക്കുക. അതിനുശേഷം ഇത് കണക്ക് നമ്മുടെ ക്രൗൺ ഏരിയയിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഹെയർ എടുക്കുക. ബാക്കിയെല്ലാം കൂടെ ഇതേപോലെ ഒരു പോണി ടെയിൽ പിടിച്ച് കെട്ടി വയ്ക്കുക. സോ പോണി ടെയിൽ പിടിച്ച് കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് രണ്ട് ചെമ്മരി എണ്ണ പോലെ കുറച്ച് ഹെയർ ഇടുക. ആ ഹെയർ എല്ലാം കൂടെ നേരെ വലിച്ച് അങ്ങോട്ട് വെച്ച് അതിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിലുണ്ടായിരുന്ന പോണി ടെയിലെ ഹെയർ സെക്ഷനായിട്ട് എടുത്ത് ചുരുട്ടി വയ്ക്കുക. എൻ്റെ തന്നെ ഉള്ളതൊക്കെയാണ് ഞാൻ ചുരുട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പൂ വേണോ നിങ്ങൾക്ക് എടുക്കുക. അതിന് മുമ്പ് എൻ്റെ ബേബി ഹെയർസ് ഒരു ലോഡുണ്ട്, അതെല്ലാം കൂടെ ഒതുക്കി പറക്കി വയ്ക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വെള്ള റോസ് എടുക്കാം, മഞ്ഞൾ ഏത് പൂവെടുക്കുക. എന്നിട്ട് അതിനകത്തൂടെ നമ്മുടെ യു പിൻ എടുക്കുക, അതിനകത്തൂടെ ഇറക്കി വെച്ച് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ എനിക്കൊരു പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ യു പിൻ്റെ കാല് ചെറുതായിരുന്നു. കുറച്ച് വലിയ യു പിൻ എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ വച്ചേക്കുന്നതാണ്. എന്നിട്ട് ഇത് റൗണ്ടിന് ചുറ്റും ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ തല നിറച്ച റോസാപ്പൂ തോട്ടം പോലെ ഇരിക്കും. ഇത് ഏത് പൂവിൽ വേണോ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. സോ ചെക്ക് ചെയ്ത് നോക്കുക. ഓണപരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് മുല്ലപ്പൂ വയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിനൊക്കെ ചെമ്പരത്തി ജമന്തിയൊക്കെ വെച്ചുകൊണ്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ബൈ.